മുഹമ്മദ് റിയാസും ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. മാത്രമല്ല, ഈ PR വർക്കിന് വേണ്ടി പൊടിച്ച കോടികൾ, ഈ ഖജനാവ് കാലി എന്ന് പറയുമ്പോഴും ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ കോടികളാണ് PR വർക്കിനായി ചെലവഴിക്കുക. റീൽസിൽ മാത്രം 37 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ സർക്കാർ ഇതിനു വേണ്ടിയൊക്കെയുള്ള പണം ഈ സർക്കാർ എവിടെ നിന്ന് കണ്ടെത്തി? ഈ ഇഡി അന്വേഷിക്കുന്ന 3-ാം അംഗം മരുമകനാണോ? അതായത് ഇത് വലിയൊരു റാക്കറ്റാണ്. മുഹമ്മദ് റിയാസ് അവന് ഒരു നല്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനാണ്. അവൻ പെർമിറ്റഡ് ആണ്. ഈ വീണയായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ അവൻ പൂർണ്ണ സംതൃപ്തനായി പോയി. അങ്ങനെ അവൻ അവിടെ കെട്ടാനിടയായി. കെട്ടാൻ പിടിച്ച് കെട്ടിച്ചാണെന്നും പറയുന്നു. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ കുടുംബമായിട്ട് ബന്ധമില്ലാതെ അവൻ ഇവരുടെ അടിമയിൽ പോയി പിണറായിയുടെ ഒരു ആളായി മാറി. അവന് പണം വേണം. അതിന് എല്ലാ തെറ്റായ മാർഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അത് പിണറായിയുണ്ട്, മകളുണ്ട്, ഭാര്യയുണ്ട്, അത് റിയാസ് ഉണ്ട്, പിണറായിയുടെ മകനുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നുള്ള കൊള്ളയായിട്ട് നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പൊ പുറത്തു വരുമ്പം കേരളം ചേർന്ന് ഞെട്ടിത്തിരിക്കും, സംശയം വേണ്ട. ഇപ്പൊ തന്നെ പിണറായി വിജയന് അതിനെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആള് ഈടെ മതിയായി, പാർട്ടി ഇപ്പൊ തീരാൻ പോയില്ലേ, അതല്ലേ രസം. അതുകൊണ്ട് ഒരു സംശയം എല്ലാം നിയമത്തിന് മുമ്പിൽ വരും. ധൈര്യമായിട്ട് ചെന്ന് കാണാൻ കാത്തിരിക്കുക. ഈ കോടികളുടെ ചിലവാക്കാനൊക്കെ ഈ ധവളപത്രമൊക്കെ ഇറക്കിയതാണ് UDF സർക്കാർ. ഖജനാവ് കാലിയാണ്, പൂച്ച പറ്റി കിടക്കുക എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നിട്ടും ഈ പരസ്യം ചെയ്യാനും ഈ എല്ലായിടത്തും LDF അല്ലാതെ മറ്റാരുണ്ട്? അവിടെയൊക്കെ പിണറായിയുടെ മുഖം മാത്രമേ ഉള്ളൂ. എന്നിട്ടും തോറ്റു തിന്നാൻ പാടി, അത് വേറെ കാര്യം. എവിടെ നിന്നാണ് ഈ ഇത്രയും പണം? ഈ ശശിധരൻ കർത്തയും CPM സർക്കാരും തമ്മിലുള്ള ചില അവിശുദ്ധ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ ED അന്വേഷിക്കുന്നുണ്ട്. ഇതെവിടെ ചെന്നെത്തും? അതെ, ED അന്വേഷണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാട് CM കച്ചവടത്തിന്റെയാ. അതിനകത്ത് പിണറായി മകളെല്ലാം ജയിലിൽ പോകും. അത് കാണാനുള്ള അവസരം ഉണ്ടാവും. ഈ PR വർക്ക് എന്ന് പറഞ്ഞ് കോടാനുകോടി രൂപ എവിടെ കേരളം മുഴുവൻ ഫ്ലക്സ് വെച്ചിരിക്കുന്നേ. ഈടെ മുഖം വെച്ചോണ്ട്, പിണറായിയുടെ മുഖം വെച്ചോണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മുഖം വെച്ചുള്ള ബോർഡാണ് സത്യത്തിൽ പിണറായിയെ തകർത്ത് ഇവനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് ബോർഡ് വെച്ച പിണറായിയോട് എനിക്ക് സ്നേഹമാണ്. അത് നന്നായി എന്റെ അഭിപ്രായം. പക്ഷെ ആ പണം കിട്ടുന്നുണ്ടായി എന്നുള്ളത് പരിശോധിക്കരുത്. അതല്ലാതെ ഇപ്പോ ചാടിക്കേറിയാൻ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഇപ്പോൾ ചാടിക്കേറി പറയുന്നില്ല. അതിനൊരു അന്വേഷണം നടക്കട്ടെ, അതിനൊരു ഉത്തരം പറയാം. ഈ UDF സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? ഈ ഓപ്പറേഷൻ തൂഫാൻ, അതുപോലെ തന്നെ പല പദ്ധതികൾ, പ്രിയദർശിനി, KSRTC ബസ് സൗജന്യ യാത്ര, എങ്ങനെയുണ്ട് UDF സർക്കാരിന്റെ ഒരു തുടക്കം? UDF സർക്കാരിന്റെ തുടക്കം ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളെന്ന് ഞാൻ നോക്കി കാണുമ്പോൾ തുടക്കം കുറ്റം പറയാൻ കഴിയില്ലെങ്കിൽ എത്ര കാലത്തേക്കെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. എന്റെ ഒരു കാൽക്കുലേഷൻ, ഒരു കണക്കനുസരിച്ച് ഒരു 6 മാസം കൂടി ഗവൺമെന്റ് സൗകര്യമായി മാന്യമായി പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോ സതീശന്റെ പ്രവർത്തനം നല്ലവണ്ണം സതീശൻ നടത്തുന്നു. പാർട്ടിയായിട്ട് രമേശ് ചെന്നിത്തല നല്ലവണ്ണം നടത്തുന്നു. കോൺഗ്രസ് പ്രവർത്തകർ 2ആയി 3ആയി മാറി നിൽക്കുന്നു. സുധാകരൻ ഇടയ്ക്ക് ചാടി നാണം കെട്ട് വീട്ടിൽ കയറിയിരിക്കുന്നു. ഇങ്ങനെ സംഭവിക്കാത്ത ഒന്നുമില്ല, നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഈ ഈ നിയമസഭയ്ക്കകത്തുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടില്ലായിരുന്നോ? വള്ളംകളിയുമായൊക്കെ ബന്ധപ്പെട്ട് സതീശൻ പറയുമ്പോൾ സതീശന് ഡബിൾ മുഖമാണ്, പുറമേ കാണുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങളൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പിണറായി വിജയനെ പോലെ അല്ല സതീശനെങ്കിലും ഈ കൃത്യമായി ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്ന പരിഹാരത്തിനൊക്കെ കഴിയുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൽ തന്നെ തമ്മിലടിയും 2 വേർതിരിവും ഒക്കെ ഉണ്ട്. KC പക്ഷം, ചെന്നിത്തല പക്ഷം, സതീശൻ പക്ഷമൊക്കെ. സമാധാനമായി ഭരിക്കാൻ കഴിയുമോ? അതായത് ഈ സതീശന്റെ ആ മറുപടിക്ക് ശേഷം പറഞ്ഞ രഹസ്യം മൈക്ക് ഓഫ് ആയില്ല. അതുകൊണ്ട് മൈക്കിനകത്തൂടെ പുറത്തു പോയതാണ്. അത് സതീശന്റെ ഇമേജിന് കോട്ടം തെറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് ഇനിയെങ്കിലും അങ്ങേരെ ശ്രദ്ധിക്കണമെന്നാണ് അങ്ങേരോടുള്ള അഭ്യർത്ഥന എന്ന് മാത്രമേ, വേറൊന്നും അതിന് പറയാനില്ല. ഈ BJP-യുടെ 3 MLA-മാർ എങ്ങനെയുണ്ട് നിയമസഭയ്ക്കുള്ളിൽ? അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവർ പ്രവർത്തിക്കുകയാണ്.
വളരെ നല്ലത് വരും ഞാൻ കണക്കാക്കുന്നു. വളരെ നന്ദി. CMRL എക്സാലോജി സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിലെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിലേക്ക് വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് EDയുടെ നീക്കം. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് CMRL നിന്ന് 2.78 കോടി രൂപ ലഭിച്ചിട്ടുണ്ട് എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 2 തവണ വീണയെ ED ചോദ്യം ചെയ്തെങ്കിലും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട്. ലഭിച്ച പണം എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം കുടുംബാംഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് വീണയ്ക്ക് CMRL നിന്ന് പണം ലഭിച്ചത്. 2020 ജൂണിലായിരുന്നു മുഹമ്മദ് റിയാസുമായുള്ള വീണയുടെ വിവാഹം. വിവാഹശേഷം ഈ പണം എന്തൊക്കെ തരത്തിൽ വിനിയോഗിച്ചു എന്നതിലാണ് EDക്ക് സംശയമുള്ളത്. ഇരുവരെയും അക്കൗണ്ടുകൾ തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ED പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി റിയാസിന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കും. അന്വേഷണത്തിൽ അഴിമതി നിരോധന നിയമത്തിന്റെ സാധ്യതകളും ED പരിശോധിക്കുന്നുണ്ട്. CMRLന് സർക്കാർ നൽകിയ വഴിവിട്ട സഹായങ്ങളുടെ പ്രത്യുപകാരമാണോ കരാർ എന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപാടുകൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വീണയ്ക്ക് എങ്ങനെ ആ കരാർ ലഭിച്ചു എന്നതാണ് ഇപ്പോൾ ED അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം 1-ാം പിണറായി വിജയൻ സർക്കാരിലേക്ക് വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആലോചിക്കുന്നുണ്ട്. വീണയ്ക്ക് CMRLുമായി കരാർ തരപ്പെട്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. പിണറായി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് CMRLന് ഏതെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വീണയുടെ മൊഴികളിൽ ഇപ്പോഴും പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് ED പറയുന്നത്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് 2 വട്ടമാണ് നിലവിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മകൾ കൂടിയായ വീണ തൈക്കണ്ടി ED ചോദ്യം ചെയ്തത്. 9 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ രണ്ടാമത്തെ നീണ്ടത്. ചോദ്യം ചെയ്യലിൽ വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി ED കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനാൽ ഇവരെ അടുത്ത ആഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. CMRLും എക്സാലോജിക്കും തമ്മിൽ എങ്ങനെ കരാറിലെത്തി എന്നതാണ് ED മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചോദ്യം. എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല CMRL നിന്ന് ലഭിച്ച 2.78 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ച് വീണയ്ക്ക് വ്യക്തമായ മറുപടിയില്ല. CMRL എക്സാലോജിക്കും തമ്മിൽ സാഹചര്യത്തിലാണ് കരാറിൽ ഏർപ്പെട്ടത്, ഇത് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് 1-ാം പിണറായി സർക്കാരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നത്. ആ കാലത്ത് CMRLന് എന്തെങ്കിലും വഴിവിട്ട സഹായം സർക്കാരിന് ലഭിച്ചു എന്നാണ് അന്വേഷിക്കുക. അങ്ങനെ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യുപകാരമാണോ കരാർ ലഭിച്ചതെന്നും അന്വേഷണ ഏജൻസി പരിശോധിക്കും. വീണയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് ED അന്വേഷണം നടത്തും. CMRL ഒരു സേവനവും എക്സാലോജി നൽകിയിട്ടില്ല. ഇല്ലാത്ത സേവനത്തിനാണ് വീണ പണം കൈപ്പറ്റിയിട്ടുള്ളത്. ഇത് എന്തിനായിരുന്നു എന്നാണ് ED അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണം വീണയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇതിനിടയ്ക്ക് പാർട്ടിയുടെ ഗൂഢാലോചനയിലാണ് ED ആക്രമിച്ചത് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ വല്ലാതെ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വീണ വിജയൻ തൂങ്ങും എന്നുള്ള കാര്യത്തിൽ വീണ വിജയൻ മാത്രമല്ല വീണയുടെ ഭർത്താവ് റിയാസിലേക്കും അന്വേഷണം നീളുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വീണയുടെ ഭർത്താവിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ ED ഒരുങ്ങുമ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് അത്ര പന്തിയല്ല എന്നതാണ്. വിജയൻ വെള്ളം കുടിക്കേണ്ടി വരും. കമലയുടെ നിലവിളികൾ തുടങ്ങിക്കഴിഞ്ഞു. അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ വീണയുടെ അക്കൗണ്ടിൽ നിന്ന് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ എന്നതാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. അങ്ങനെ പണം വന്നിട്ടുള്ള സാഹചര്യത്തിൽ എന്തിന് വീണ റിയാസിന് പണം നൽകി എന്നതാ ചോദ്യമായി വരും. കുടുംബത്തിലെ 3-മതായൊരു അംഗം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ആ അംഗം റിയാസ് ആണോ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാകും കാര്യങ്ങളുടെ ഗതി? പിണറായി രാജിവെക്കേണ്ടി വരുമോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. MLA സ്ഥാനം പോകുമോ? അതും ചോദ്യമാണ്.